അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനമോ കാര്യങ്ങളോ ഒന്നും അല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. I seriously feel crushed towards media Django Space Anger. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ആ ഷോ ചെയ്തത് ഞാനാണ്. എന്നെ പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഞാൻ ഒരുപാട് ഇതിൽ ശ്രമിച്ചു നോക്കി, പലരോടും വിളിച്ചു ചോദിച്ചു, നമ്പർ കിട്ടിയില്ല. എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ, എങ്ങനെയെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ? ഞാൻ ചോദിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ? സന്തോഷ് വർക്കി, കുട്ടി ഇങ്ങോട്ട് വരൂ, എനിക്ക് കുറച്ച് നഗ്ന സത്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഒരൊറ്റ ഇന്റർവ്യൂ കണ്ടതുകൊണ്ട് എന്റെ പേര് പോലും അറിയില്ല. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ കണ്ടത് മാത്രം ഒരാളോടൊരു പ്രണയം തോന്നുക എന്നത് സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ഒരൊറ്റ ഇന്റർവ്യൂ കണ്ടതുകൊണ്ട് മാത്രം ഒരാളോടൊരു പ്രണയം തോന്നുക എന്നത് എത്രത്തോളം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അവളെ കണ്ട നിമിഷം മുതൽ എന്റെ ഹൃദയം ദിസ് ഇറ്റ് ഇരിക്കുന്നുണ്ടാവും അല്ലേ? എങ്ങനെ മനസ്സിലായി? അത് ഏത് പെണ്ണുങ്ങൾ കണ്ടാൽ അങ്ങനെയാണല്ലോ. ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? ചേട്ടൻ ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളോട് എല്ലാം വൺ ഷെയ്ഡറായി. ഇവൻ പ്രേമരോഗിയാണ്. ചേട്ടൻ ഇതിനു മുമ്പും ഒരു പ്രമുഖ നടിയോട് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ആളെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് ഒരിക്കലും നന്നാൻ പാടില്ല. അവരുടെ അനുവാദമില്ലാതാണ് ചേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തിനാണ് അത് ചെയ്യുന്നത്? ഒരു സുഖം, ഒരു മനസുഖം. സീരിയസ് ആയിട്ടുണ്ടായിരുന്നു നിത്യവിനോട് മാത്രമേ. അപ്പൊ ഇപ്പൊ എന്നോട് തോന്നുന്നത് സീരിയസ് ആണെന്ന് കുറച്ചു മുമ്പ് ചേട്ടൻ പറഞ്ഞിരുന്നു. എന്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. നിത്യമേനോൻ കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആയിട്ട് തോന്നിയത് സ്നേഹരാജിയോടാണ്. അങ്ങനെയൊന്നുമില്ല, ട്രൂ ലവ് ഉണ്ടാകുമ്പോൾ മാത്രം. ലോകത്തുള്ള സകല പെൺപിള്ളേരോട് എനിക്ക് ട്രൂ ലവ് ആണോ? എനിക്ക് ചേട്ടനോടൊരു പ്രണയമില്ല, താല്പര്യമില്ല, ഒരു ഫ്രണ്ടായിട്ടും കാണാൻ താല്പര്യമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഫ്രണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണാം, ബ്രദറായിട്ട് പോലും കാണാമല്ലോ വേണമെങ്കിൽ. എനിക്ക് ഓൾറെഡി ഒരു ബ്രദർ ഉണ്ട്. ഫോൺ കോണ്ടാക്ട്? നോ, താല്പര്യമില്ല. തൽപരകശിയല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഒരു വിവാഹത്തിലേക്കൊന്നും പോകാനും എനിക്ക് താല്പര്യമില്ല. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമവും ഇല്ല.